കശ്മീരിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ മഹാദേവിലൂടെ ചരിത്രം മാറ്റിക്കുറിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ. ഏറെ നാളുകൾക്ക് ശേഷം ശക്തമായ ഒരു ഭീകരവിരുദ്ധ നീക്കം സുരക്ഷാ സേന കശ്മീരിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ 3 ഭീകരവാദികൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരാണ് ഈ കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന സൂചന. വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഭീകര വിരുദ്ധ നീക്കം സേന നടത്തിയത്. ഇതിൽ ഭീകരരെ ഇന്ന് രാവിലെ തന്നെ സേന വളഞ്ഞിരുന്നു. ആ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ 3 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. 3 ഭീകരരും വിദേശികളാണ് എന്ന സൂചനയുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ സുലൈമാൻ ഷാ എന്ന കൊടും ഭീകരനടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവർ 3 പേരും വിദേശികളായത് കാരണം ഇതിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്ഥിരീകരണത്തിനായി കൂടുതൽ സമയമെടുത്തേക്കാം. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സേന വളഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും സൈനിക നടപടി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ സുരക്ഷാ സേന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ ശ്രീനഗർ മേഖലയിൽ ഹർവാനിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തീവ്രവാദികളെ സൈന്യം വളഞ്ഞത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത് ഈ വനമേഖലയിലേക്ക് ഒളിവിൽ പോയ ഭീകരരാണ് ഇപ്പോൾ സൈന്യത്തിന്റെ മുന്നിൽ വന്ന് ചാടിയിരിക്കുന്നത്. ഇവരെ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യൻ സൈന്യം അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ സുരക്ഷാ വിഭാഗമുള്ള ഏജൻസികളെല്ലാം തെരഞ്ഞു വരികയായിരുന്നു. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇവർ എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇവരുടെ മൂവ്മെന്റുകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഭീകരവിരുദ്ധ നീക്കം നടത്തുന്നതും 3 വിദേശ ഭീകരരെ കൊല്ലുന്നതും. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് പഹൽഗാമിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഈ കൊടും ഭീകരർ ആക്രമണം നടത്തിയത്. ലഷ്കർ ഇ തോയ്ബയുടെ സംഘടനയായ അല്ലെങ്കിൽ പ്രോക്സി സംഘടനയായ TRF എന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഇതിന് പിന്നിൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് തന്നെയാണ് എന്ന സൂചനകൾ അന്ന് തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നതാണ്. ഈ ഭീകരർ മാസങ്ങൾക്ക് മുമ്പ് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ എത്തിയവരാണ്. അവർ വളരെ സുരക്ഷിതമായി തന്നെ ഏതാനും ദിവസങ്ങൾ ജമ്മു കാശ്മീർ മേഖലയിൽ കഴിഞ്ഞു. അതിനുശേഷം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം പദ്ധതി നടപ്പിലാക്കിയത്. നിരപരാധികളായ വിനോദസഞ്ചാരികളാണ് പഹൽഗാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി അവിടെ എത്തിയ വിനോദസഞ്ചാരികളാണ് ഈ രീതി. മനസ്സിലായല്ലോ. ഈ രാജ്യത്തിനെതിരെ ഇവർ ഖുർആനും കയ്യിൽ പിടിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിലെ ബഹുദൈവാരാധകരെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ. പാൻറ്റി സൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇവന്റെയൊക്കെ കോണാത്തിലെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അത് ചൊല്ലാതെ വന്നപ്പോൾ ഇവൻ കാഫിറാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് തലയ്ക്ക് ഷൂട്ട് ചെയ്തത്. പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ടാണ് കൊന്നത്. അതായത് ഭയപ്പെടുത്തി. കണ്ടു നിൽക്കുന്ന ആളുകൾ ഭയപ്പെടണം. 1000 ആളുകളെ കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ് 1000 പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ കൊല്ലുന്നത്. കാരണം 1000 ആളുകളുടെ മനസ്സുകളിൽ ആ ഭയം നിറയ്ക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ഗ്രന്ഥം ഉൽപ്പാദിപ്പിച്ച ആ ഒരു ഭീകരതയല്ലേ ഇവർക്ക് വശമുണ്ടാകൂ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ ഓരോരുത്തന്റെയും തലയിൽ 90 കണക്കിന് ബുള്ളറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് വന്ന വാർത്ത. അരിപ്പയാക്കി കളഞ്ഞു തല, അരിപ്പയാക്കി. ഒരു രക്ഷയുമില്ലാത്ത വിധം ഇവര് ഒറ്റ ബുള്ളറ്റിന് പഹൽഗാമിൽ 29 പേരിൽ ഓരോരുത്തരെയും ഓരോ ബുള്ളറ്റിന് തീർത്തപ്പോൾ ഇവരുടെ മയ്യത്ത് സംസ്കരണത്തിന് പോലും ഇവരെ നുള്ളിപ്പെറുക്കി എടുക്കേണ്ടുന്ന സാഹചര്യം വരത്തക്ക രൂപത്തിൽ തീർത്ത് കളഞ്ഞു. അതും ഭയപ്പെടുത്തൽ തന്നെയാണ്. നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതേ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കൂ എന്ന ഒരു സന്ദേശവും കൂടിയാണ് ഇന്ത്യ ഇവർക്ക് നൽകിയത്. അതിനിപ്പോൾ ജമ്മു കാശ്മീർ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീർ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഷിം മൂസ എന്ന സുലൈമാൻ ഷായെ ജമ്മു കാശ്മീർ പോലീസും ഇന്ത്യൻ ആർമിയും CRPF നടത്തിയ സംയുക്ത ഓപ്പറേഷൻ കൊലപ്പെടുത്തി. ഏകദേശം 90 ബുള്ളറ്റുകളാണ് ഈ ഹാഷിം മൂസയുടെ തലയിൽ തുളച്ചു കഴിച്ചത്. ഹാഷിം മൂസയുടെ തലയിൽ മാത്രം 90 ബുള്ളറ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എത്രമാത്രം ഭയപ്പെട്ടിരിക്കും. അതെ, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കൊയ്തെടുക്കാനും സാധിക്കുന്നത്. ഈ ലിഡ്വാസ് ജമ്മു കാശ്മീരിൽ ലിഡ്വാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് ഇവരെ
ഇതൊക്കെ ചെയ്യുന്നത് പടച്ചോന് വേണ്ടിയാണല്ലോ. നിങ്ങൾ കുറച്ചാണ് സൈന്യമുള്ളതെങ്കിലും ശരി, ശത്രുവിനെതിരെ നിങ്ങൾ ആഞ്ഞടിച്ചോളൂ. ശത്രുവിന്റെ മനസ്സുകളിലേക്ക് ഞാൻ ഭയമിട്ടു കൊടുക്കാം, നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഞാൻ ആത്മവിശ്വാസം ഇട്ടു തരാം. ധൈര്യമായിട്ട് നിങ്ങളുടെ കൈപ്പിടികളിൽ നിങ്ങൾ കത്തി മുറുക്കിക്കോ, പൊയ്ക്കോ, പിരടിക്കു നോക്കി കാച്ചിക്കോ. ആ കാഞ്ചി വലിക്കുന്ന വിരലുകളൊക്കെ മുറിച്ചെടുത്തേക്ക്. എന്താല്ലേ പടച്ചോന്റെ കാരുണ്യം! ഇതാണ് പടച്ചോന്റെ നിറഞ്ഞ കാരുണ്യം. ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞ് പടർന്ന് പന്തലിച്ച് കിടക്കുക. പറയാനുണ്ടോ കാര്യം? ഇതാണ്. അപ്പോ തിരിച്ച് അവരെന്താ വിചാരിച്ചത്? അവരിതൊക്കെ ചെയ്തിട്ടങ്ങ് സുരക്ഷിതമായി പോയിരിക്കാമെന്നോ? ഇല്ല, അവർക്കുമുണ്ട് വലിയൊരു ബറ്റാലിയൻ ഒരു സംഘം ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന അതിലെ സംഘങ്ങൾ അവിടെ എത്തുകയും ഇവരെ വളരെയധികം അതിനിബിഡമായ പൈമരങ്ങൾ നിബിഡമായ സ്ഥലമാണ് ഈ ഏരിയ ലിബാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ ക്യാമ്പ് അറ്റാക്ക് ചെയ്ത് കൊല്ലുകയായിരുന്നു. ഏകദേശം ഇവരുടെ കൂടെ 4-5 തീവ്രവാദികളും കൂടി ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ക്യാമ്പിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിരവധി എന്താ പറയുക മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും അമ്പരിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാമ്പിൽ നിന്നും ഒരുപാട് ഗർഭനിരോധന ഉറകളും കണ്ടെത്തി. അത് ശരിക്കും സൈന്യത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം വനങ്ങളിൽ താമസിക്കുന്ന ഒളിച്ചു കഴിയുന്ന തീവ്രവാദികൾക്ക് എന്തിനാണ് ഇത്തരം ഗർഭനിരോധന ഉറകൾ? അത് വലിയൊരു വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും രാജ്യം ഉറ്റുനോക്കി, അതായത് രാജ്യത്ത് എന്താ പറയുക, രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ പങ്കെടുത്ത, ഈ ആക്രമണത്തിന് സൂത്രധാരനായ ഹാഷിം മൂസ എന്ന് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷം തന്നെ ഒരുപാട് എവിടെ പോയി ഒളിച്ചിരുന്നാലും ശരി, രക്ഷപ്പെടാൻ പോയാലും, കൊല്ലാൻ പോയാലും, കൊല്ലപ്പെടാൻ പോയാലും ലിംഗത്തിന്റെ ഉപയോഗം ഇവർക്ക് പ്രാവർത്തികമാക്കാതിരിക്കാൻ പറ്റുമോ? കാരണം ആരെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരായിരുന്നാലും വേണ്ടില്ല, പുറത്തുള്ളവരായിരുന്നാലും വേണ്ടില്ല, ബന്ദികളായിരുന്നാലും വേണ്ടില്ല, സുനയുടെ ഉപയോഗം കൃത്യമായിട്ട് നടത്തണ്ടേ? അപ്പോൾ കലപ്പയ്ക്ക് മൂർച്ച കൂട്ടിയിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന 72 ഹൂറിപ്പെണ്ണുങ്ങൾ നിരാശരാകത്തില്ലയോ? അതുകൊണ്ട് കൃത്യമായിട്ട് ഗർഭനിരോധന ഉറകൾ കൂടി കരുതാൻ മറന്നിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പോലും ഒരുപാട് തവണ, അതായത് നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് അതൊക്കെ ശരി, പക്ഷെ ആ ആക്രമണത്തിൽ പങ്കെടുത്ത 4 പേര് ഇവിടെ പോയി എന്നുള്ള വലിയൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരത് മനസ്സിലാക്കുന്നില്ല. അതായത് തീവ്രവാദികൾക്കുള്ള ചെല്ലും ചെലവും കൊടുത്ത് വിടുന്ന എന്താ പറയുക, അവിടുത്തെ ലഷ്കർ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് അങ്ങനത്തെ വലിയ വലിയ തീവ്രവാദ സംഘടന ക്യാമ്പ് തന്നെ അടിച്ച് ഇല്ലാതാക്കിയിരുന്നു. അതായത് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, അജ്മൽ കസബൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച ആ സ്ഥലങ്ങളൊക്കെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ അടിച്ച് ചാമ്പലാക്കി കളഞ്ഞത്. അപ്പൊ നോക്കണം, അന്നുണ്ടായിരുന്നത് 7-8 ആളുകളാണ്, 9 പേരെന്നും പറയപ്പെടുന്നു. ബാക്കിയുള്ളതിനെ ഒക്കെ കൊന്നു കീഴ്പ്പെടുത്തി. 4 പേരെ മാത്രം എത്ര ശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റിയില്ല. ആ 4 പേരെയാണ് ഓരോ തലകളിലും 90 ബുള്ളറ്റുകളുമായിട്ട് നിരത്തി കിടത്തിയത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇന്ത്യയോട് കളിച്ചാൽ കളി ഇന്ത്യ ശരിക്കും പഠിപ്പിക്കും. അതിവർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തതാ. ഇപ്പോഴവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇന്ത്യയോട് കളിക്കരുത് എന്ന്. ഇന്ത്യക്കെതിരെ അവരാണ് ആദ്യം ആയുധമെടുത്തത്. ഇനി ഇന്ത്യ എപ്പോൾ ആയുധം താഴെ വെക്കണമെന്ന് ഇന്ത്യ തീരുമാനിക്കണം. കൊടുത്തു വാങ്ങിയതാ അല്ലെ? 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബിന്റെ സംസ്കാരവും തലയിലേറ്റി ഇവരെ ഇറങ്ങി തിരിച്ചതാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ അവിടെ പാകിസ്ഥാനും അവരെ പിന്താങ്ങുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിനും ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഈ 4 തീവ്രവാദി പിടിക്കലുള്ള കാര്യം, അവർക്ക് വേണ്ട ചെല്ലും ചെലവും കൊടുക്കുന്ന ആൾക്കാരെ തീർക്കലായിരുന്നു ഉദ്ദേശം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി വെറുതെ ഇരുന്നില്ല. അവര് ഓപ്പറേഷൻ സിന്ദൂരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും നരേന്ദ്രമോദി വെറുതെ ഇരുന്നില്ല. അതിൽ പങ്കെടുത്ത ഒരുത്തിനും വെറുതെ വിടില്ല എന്ന് മോദിയുടെ വാശി തന്നെയായിരുന്നു. അതായത് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവരെയും മാത്രമല്ല, ആദ്യം ഈ ഭീകരന്മാരെ ആയിരുന്നില്ല പിടിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ ഡോവൽ തന്ത്രം പുറത്തു വന്നു കഴിഞ്ഞു. ഇവരെ സഹായിക്കുന്ന, ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇവർക്ക് ചാരപ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്ന ഈ രാജ്യത്തിനകത്തുള്ള ചാരന്മാരെയാണ് പൊക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം ഇന്ത്യ ആദ്യം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പഹൽഗാമിൽ നിന്ന് 2000-ഓളം ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സേന കൊണ്ടുപോയത്. അത്രയധികം ചാരന്മാർ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണോ? അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ അകത്തുള്ള ശത്രുക്കളെയാണ് ആദ്യം നമ്മൾ വകവരുത്തേണ്ടത് എന്ന വലിയ ആശയം, ഒരു വലിയ സന്ദേശം നരേന്ദ്രമോദി പങ്കുവച്ചത്.
ഇൻവോൾവ് ആയ, അതായത് മതം നോക്കിയിട്ട് കളിമ ചുലിപ്പിച്ചിട്ട് മുണ്ട് പൊട്ടി നോക്കിയിട്ട് മതം ഉറപ്പുവരുത്തിയിട്ട് അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു അവരെ എന്താ പറയുക 26ഓളം വരുന്ന നിരപരാധികളായ ഹിന്ദു ടൂറിസ്റ്റുകളെ വെടിവെച്ച് വന്നത്. അപ്പോൾ അതെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് ഈ ഹഷീം മൂസ എന്ന് പറയുന്ന അതിലെല്ലാം കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ഹഷീം മൂസ ആയിരുന്നു. ഈ ഹഷീം മൂസ ഈ പാകിസ്ഥാൻ ആർമിയുടെ ഒരു കമാൻഡർ ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു കമാൻഡ് വിങ്ങിന്റെ ഹെഡായിരുന്നു. അപ്പോൾ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് ചെല്ലുകയും അവർ ഈ ഓപ്പറേഷൻ നേതൃത്വം, അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു ഈ ഹഷീം മൂസ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹഷീം മൂസ ഇവിടെ ഉണ്ടെന്ന വിവരങ്ങൾ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കൊടുത്തത്. ഇപ്പൊ ഇന്റലിജൻസ് വിവരം കിട്ടിയ ഉടനെ തന്നെ സൈന്യം അവിടെ എത്തുകയും വധിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു വൺ ടൈം ഓപ്പറേഷൻ ആണ് ഈ ഹഷീം മൂസയെ ഇല്ലാതാക്കിയത്. അപ്പൊ എന്ത് തന്നെയായാലും പാർലമെന്റിൽ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടുത്തെ പ്രതിപക്ഷം രാഷ്ട്രപതി കത്ത് നൽകി, അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇവിടെ പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ രാഷ്ട്രപതി അതിന് അനുമതി കൊടുത്തു. അപ്പൊ അനുമതി കിട്ടിയ ഉടനെ തന്നെ ഇതിന്റെ പേരിൽ ചർച്ച തുടങ്ങുന്നതിന് പ്രതിപക്ഷം ഇപ്പോഴും, അതായത് ഇന്ന് പോലും അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് BJP സൈഡിൽ നിന്നും ശശി തരൂരിനെ പോലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിപ്പിക്കാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ശശി തരൂർ അതിൽ നിന്നു കൊടുത്തില്ല. അപ്പൊ അതിന് എന്തെങ്കിലും അദ്ദേഹത്തിന് പൊളിറ്റിക്കലായ പല കാരണങ്ങളും ഉണ്ടാവായിരിക്കും. അപ്പൊ ഈ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ഹഷീം മൂസ, അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അതിൽ പങ്കെടുത്ത ഇവര് വിചാരിച്ചത് എവിടെയെങ്കിലും പോയി ഒളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇവരെ വെറുതെ വിടുമെന്നാണ്. കാനഡയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു ഹർദീപ് സിംഗ് നിജാർ, സിഖ് വംശത്തിൽപ്പെട്ടവനാ. അവൻ ഇന്ത്യക്കെതിരെ കൊരച്ചുകൊണ്ടേയിരുന്നു, കാനഡയിൽ തന്നെ ചത്തു വീണു. ഇപ്പൊ വേറൊരുത്തനുണ്ട്, ഗുർബന്തുവന്ത് സിംഗ് പന്നു, അവന്റെ പേര് പോലും പറയാൻ തിരിയത്തില്ല. ആ പന്നൂന് നരേന്ദ്രമോദിയുടെ തല വേണമെന്ന് പറഞ്ഞു. ഇന്ന് അവന്റെ തല കാണാനേ ഇല്ല. ഇനിയിപ്പോ നമ്മുടെ ഇന്ത്യൻ ആർമി അവനെ തീർത്തോന്നറിയില്ല. എന്തായിരുന്നാലും ശരി, ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഇറാനിലാകട്ടെ പാകിസ്ഥാനിലാകട്ടെ ലോകത്തിന്റെ ഏതു കോണിൽ പോയിരുന്ന് ഇവരെന്ത് ചെയ്താലും ശരി ഇവരെ പൊക്കുന്ന രീതിയാണ് ഇന്ന് ഈ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ജീവിക്കണം സുരക്ഷിതമായി. നമുക്ക് ആരെയും കൊല്ലാനല്ല, നമുക്ക് ആരെയും ഇല്ലാതാക്കാനുമല്ല. അതുകൊണ്ട് നമുക്ക് ജീവിക്കണം, സുരക്ഷിതമായിരിക്കണം. ആരെയും നശിപ്പിക്കുക എന്ന ഒരു രീതി ഇന്ത്യക്കില്ല. ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ പട്ടിണി കിടന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യ ചെല്ലുമായിരുന്നില്ല. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായ സമയത്ത് അവരെ സഹായിക്കാൻ ചെല്ലുമായിരുന്നില്ല. അഫ്ഗാനികൾക്ക് രോഗം വന്ന സമയത്ത് ഡോക്ടർമാരുടെ രൂപത്തിലേക്ക് ഇന്ത്യ അവിടെ എത്തുമായിരുന്നില്ല. വൈദ്യസഹായത്തിന്റെ രൂപത്തിൽ ഇന്ത്യ എത്തുമായിരുന്നില്ല. അതായത് ഇന്ത്യ എപ്പോഴും മാനവികത കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ്. എല്ലാവരെയും ആർഷഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്നത് കൊണ്ട് സഹായിക്കും, വിശ്വസിക്കില്ല. കാരണം ഇവരെ പട്ടാപ്പകല് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണെന്ന് അവര് തന്നെ തെളിയിച്ചിട്ടുള്ള രീതിക്ക് എന്തായിരുന്നാലും അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ നമ്മള് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയാകുന്നത്. ഒരു വിഭാഗം ആളുകൾ മറ്റുള്ളവരെ കൊല്ലുക, കൊല്ലപ്പെടുക, കത്തിക്കുക, പൊട്ടിത്തെറിക്കുക, അറുക്കുക, വെട്ടുക, കൊല്ലുക. എന്തുകൊണ്ടാണ് കുറച്ച് മനുഷ്യന്മാര് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത്? അതിന്റെ കാരണം 6-ാം നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗോത്ര സംസ്കാരമാണ്. ഇന്നത് ലോകം മനസ്സിലാക്കുന്നു. കാരണം ഈ ഖുർആൻ, ഈ സംസ്കാരം ഒരിക്കലും നന്മയിലേക്കു മനുഷ്യനെ നയിക്കില്ല. 23 വർഷക്കാലം കൊണ്ട് 6000 ചില്ലാനം വചനങ്ങൾ ദൈവികമാണ് എന്ന് പറഞ്ഞ് 30 ഭാഗങ്ങളിലായി 114 അധ്യായങ്ങളിലായി ഇറക്കിയ പടച്ച തമ്പുരാൻ എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരു വചനം ഇറക്കാതിരുന്നത്? അതിൽ നിന്ന് തന്നെ ആ സൃഷ്ടാവിന്റെ കാരുണ്യം എത്രമാത്രം വിശാലമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വചനവും ഈ ഗ്രന്ഥത്തിലില്ല. ഈ ലോകത്ത് മനുഷ്യന്മാരായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിക്കാൻ ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു വചനം ഖുർആനിലുണ്ടോ? ഇല്ല.
കൊല്ലാനും കൊല്ലപ്പെടാനും പറയുന്ന വചനങ്ങളുണ്ട്. നിന്റെ അടുത്ത് താമസിക്കുന്ന കാഫിറുകളോട്, അമുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം. വെറുതെ യുദ്ധം ചെയ്യുവല്ല, അവർ നിന്നിൽ ഭീകരത കണ്ടെത്തണം, അവർ രൂക്ഷത കണ്ടെത്തണം. എത്ര കണ്ട് നീ രൂക്ഷത അവനോട് പ്രകടമാക്കുന്നു എന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് പടച്ചവനെന്ന്. എങ്ങനെയുണ്ട്? ഈ ഗ്രന്ഥം കയ്യിലേന്തി ഇത് വിശ്വസിക്കുന്ന ഇവന്മാരിൽ നിന്ന് നമുക്ക് മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോ അറബികൾക്കൊക്കെ വിവരം വെച്ചപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് കണ്ടോ? അറബികള് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടി. എന്നിട്ട് അവരെന്ത് ചെയ്തു? കുവൈറ്റ് രാജകുമാരൻ മതം വിട്ടു. അതുപോലെ ദുബൈ രാജകുമാരി മതം വിട്ടു. സൗദി MBS മതമേ വേണ്ട. അതുകൊണ്ടാണ് പുരോഗതിയിലേക്ക് ആ രാജ്യങ്ങളെ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ തലയും കാലുമൊക്കെ നമ്മള് കോഴിയുടേതും മൂരിയുടേതുമൊക്കെ ആക്കുന്നത് പോലെ മനുഷ്യന്റെ എല്ലും പല്ലും മുള്ളും മാംസവും ഒക്കെ വേറെയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ലോകത്തെ കിടുകിടെ വിറപ്പിക്കുന്ന, ജൂതന്മാരുടെ മുമ്പിൽ പൂച്ചകളെ പോലെ ഒതുങ്ങേണ്ടി വരുന്ന ഈ ഭീകരന്മാരിൽപ്പെട്ട ആളുകൾ പോലും ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പ്രവാചകൻ ജനിച്ച മക്കയിലും പ്രവാചകൻ മരിച്ച മദീനയിലും ഖുർആൻ ഓടയിൽ ഒഴുകിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഒറ്റ വാക്കില്. അതിനകത്തുള്ളത് ആളുകൾ അറിഞ്ഞു. ഈ ഖുർആന്റെ അകത്ത് എന്താണുള്ളത് എന്ന് കൃത്യമായിട്ട് എഴുത്തും വായനയും അറിയുന്ന, അക്ഷരാഭ്യാസം വശമുണ്ടായിരുന്ന കുവൈറ്റിലെ രാജകുമാരനായിരുന്നാലും, സൗദി അറേബ്യയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നാലും, ദുബൈ രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖ മെഹ്റ എന്ന പ്രിൻസസ് ആയിരുന്നാലും ശരി, അവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, പൊതുബോധമുണ്ട്. ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിന്റെ ഒരു പൊട്ട കിതാബും കയ്യിലേന്തി നമ്മൾ മറ്റുള്ളവരുടെ മതം നോക്കി, ജാതി നോക്കി, ആശയം നോക്കി, വിശ്വാസം നോക്കി അവരുടെ തലയെടുക്കാൻ നടന്നാൽ നമുക്കൊരു കാലത്തും സമാധാനം കിട്ടില്ല എന്ന വിജ്ഞാനം അവർക്ക് കിട്ടിയത് അവര് നേടിയ വിദ്യാഭ്യാസത്തിലൂടെയാണ്, അവര് ജീവിച്ച പൊതുസമൂഹത്തിലൂടെയാണ്. അതവർ കൃത്യമായ രൂപത്തിൽ നേടിയെടുത്തു. മുമ്പ് ഒരു മാധ്യമം പത്രത്തില് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടായിട്ടില്ല കേട്ടോ, 2025 മെയ്യിൽ വന്ന ഒരു വാർത്തയാണ്. ആ പേജ് ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പഴല്ല കേട്ടോ, ഇപ്പൊ എന്റെ കയ്യിലില്ല, അവിടെ ഇരിക്കുകയാണ്. അപ്പോ നിർമ്മാണം നടക്കുന്ന ഒരു മുസ്ലിം ആരാധനാലയത്തിലെ നിരവധി ഖുർആൻ എന്ന് പറയുന്ന ഇവര് പറയുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ കവർന്ന് തീയിട്ട് നശിപ്പിച്ചതായിട്ടൊരു പരാതി വന്നു. ബാംഗ്ലൂരിലാണ്. ബെളഗാവി എന്ന് പറയുന്ന ജില്ലയിലെ ശാന്തി ബസ്ത്വാഡ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നു എന്ന് മാധ്യമം എഴുതുന്നത്. നിർമ്മാണത്തിലിരിക്കുകയാണ് ഒരു പള്ളി. അതിന്റെ താഴത്തെ നിലയിലാണ് പള്ളിയില് ഖുർആൻ കോപ്പികൾ കത്തിച്ചു എന്നാണ് കേട്ടോ. സമീപത്തെ വയലിൽ നിന്നാണ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: പള്ളിയില്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയില് ഖുർആൻ കോപ്പികൾ സമീപത്തെ വയലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ പിന്നാലെയാണ് ഇവരുടെ അന്വേഷണം പോയത്. പള്ളിയുടെ താഴത്തെ നിലയിലായിരുന്നു ഖുർആനിന്റെ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചത്. അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം വെളുപ്പിനെയുള്ള സുബഹി നമസ്കാരത്തിന് ജനങ്ങൾ എത്തിയപ്പോഴാണ് ഖുർആൻ നഷ്ടപ്പെട്ടു എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിനെ പിന്തുടർന്ന് വലിയ രൂപത്തിൽ അന്വേഷണം ചെന്നു. അങ്ങനെയാണ് പരിസരത്തെ വയലില് ഖുർആനിന്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ ബെൽഗാം പോലീസ് 2025 മെയ്യിലെ, ഇത് ജൂലൈ, ബെൽഗാം പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള യാദ മാർട്ടിൻ അവരും
ആളുകളും ഒക്കെ കൂടി വന്ന സംഭവ സ്ഥലം സന്ദർശിച്ചു പരിശോധന നടത്തി. രാത്രിയിലാണ് ഇത് നടന്നത് എന്ന് ഏകദേശം ഉറപ്പിച്ചു. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ഇത് രാത്രിയിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും കൊടുത്തു. പള്ളിക്കകത്ത് നിന്ന് രാത്രി വൈകി ഖുർആനിന്റെ പകർപ്പുകൾ എടുക്കാനും പിന്നീട് അത് കൊണ്ടുപോയി തീയിടാനും ആർക്കാ പറ്റുക? അവരിൽപ്പെട്ട ആളുകൾക്ക് തന്നെയേ പറ്റൂ, പുറത്തുനിന്നുള്ള ഒരാൾക്ക് പറ്റില്ല. ഗ്രാമവാസികൾ എല്ലാവരും ഇതിനകത്ത് വലിയ രൂപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ആരാണിത് ചെയ്തത്? സംഭവത്തിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തണം, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം നേതാക്കളും സാമുദായിക അംഗങ്ങളും ഒക്കെ ഈ ബെൽഗാമിലെ ചന്നമ്മ എന്ന് പറയുന്ന ഒരു സർക്കിളിൽ വലിയ രൂപത്തിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിക്കകത്ത് വന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരുന്നാലും പുറത്തു നിന്നൊരാൾക്ക് കഴിയില്ല. ചില മദ്രസ പീഡനങ്ങളും ഉസ്താദുമാര് കുട്ടികളെ പീഡിപ്പിക്കുന്നതുമൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? അതിനകത്തുള്ള ആളുകൾ തന്നെ ഇതെടുത്ത് പുറത്തിട്ടിട്ടല്ലേ. ഇത് ജനങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിനകത്തുണ്ട്. അവരാണ് അതിനുവേണ്ടി ഇത് വീഡിയോ പിടിച്ച് ആരും കാണാതെ പുറത്തിറക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഇതാണുള്ളത്. ഇവിടെ ഇനിയും ഒരു പള്ളി പൊങ്ങിയാലും ശരി, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കേരളവും ഏതാണ്ട് ഇത് മനസ്സിലാക്കി. നമ്മൾ മുമ്പൊരിക്കല് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ? നോക്കട്ടെ, എന്റെ കൂടെ ഉണ്ടാവും, എന്റെ കയ്യിലുണ്ടാവും. ഇതിനകത്ത് എന്തോ വലിയ പരിശുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് ഇവര് വിശ്വസിക്കുന്നത്, ഇവര് വിചാരിക്കുന്നത്. പക്ഷെ ഇതിനകത്തുള്ളത് ഒരു കാലഘട്ടത്തിനും നിരക്കാത്ത ഒരു സാധനമാണെന്നും മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കാനും കൊല്ലാനും കൊലവിളിക്കാനും മാത്രം ഉതകുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, ഇപ്പൊ തപ്പാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ശ്രമം കൂടി ഒന്ന് നടത്തി നോക്കട്ടെ. കണ്ടില്ല? ആരാണത് കത്തിച്ചതെങ്കിലും ശരി, വളരെ വളരെ നന്നായി. കാരണം എന്താ? ഈ ഗ്രന്ഥവും പൊക്കിപ്പിടിച്ചിട്ടായിരിക്കുമല്ലോ ഇവന്മാരിനെയും കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മലയാളികൾക്ക് ഏറെ ബോധോദയം വന്നിട്ടുണ്ട്. അവരും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഖുർആനിന്റെ കോപ്പികൾ ആക്രിക്കടകളിൽ കൊണ്ടുപോയി എറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. ദയനീയമായ കാഴ്ചകളാണ് എന്ന് പറഞ്ഞ് ഉസ്താദുമാര് വന്ന് കരയുക. ഇതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഇന്ന് മനുഷ്യര് പരസ്പരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട. ഒരിടയ്ക്ക് പടക്കങ്ങള്, ഈ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന പടക്കങ്ങള് ഖുർആനിന്റെ പേജുകൾ വെച്ച് പൊതിഞ്ഞിട്ടായിരുന്നു. ഞാനത് കേൾപ്പിച്ചു തരാം. ഈ വെടിപൊട്ടി ഏതെങ്കിലും ഒരു വിഷമിക്കരുത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും പല ആഘോഷ പരിപാടികളിലും സഹോദര സമുദായങ്ങളുടെ ആഘോഷ പരിപാടികളിലും ഒക്കെ അവര് വെടിപൊട്ടിക്കാറുണ്ട്. ഈ വെടിപൊട്ടിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഒരു കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകമായ സംവിധാനത്തില് വെടിമരുന്ന് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു വെടി പൊട്ടിയപ്പോൾ അതിൽ നിന്ന് തെറിച്ചു വന്ന ഒരു കടലാസിന്റെ കഷ്ണം എടുത്തു നോക്കിയപ്പോൾ ആ കടലാസ് കഷ്ണത്തിന്റെ മുകളിൽ നാടനായ റബ്ബിന്റെ പേരാണ് കാണുന്നത്. നഊദു ബില്ലാഹ്.
ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളില് പഴയ മുസ്ഹഫുകൾ ഉണ്ടാകും, പഴയ കിതാബുകൾ ഉണ്ടാകും, പഴയതായി പലതുണ്ടാവും. മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ പുസ്തകങ്ങൾ ഉണ്ടാവും. ഇതിങ്ങനെ വീടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് പഴകിയത് എടുത്തു വെച്ച് അങ്ങനെ അതിങ്ങനെ കുറെ ആകുമ്പോ ഈ പഴയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന ആക്രി കച്ചവടക്കാരുണ്ട്. ഈ ആക്രി കച്ചവടക്കാരുടെ കയ്യിലേക്ക് ഈ പഴയ സാധനങ്ങളൊക്കെയും എടുത്തു കൊടുക്കും. അതിന്റെ കൂടെ വീട്ടിലുള്ള പഴയ ഇരുമ്പ്, പഴയ ഗ്ലാസ്, പഴയ ഫ്ലാസ്ക്, പഴയ പാത്രങ്ങള്, പഴയ പല സാധനങ്ങളും അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പഴയ മുസ്ഹഫുകളും ഈ പഴയ കിതാബുകളും ഈ പഴകിയ പല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും അവിടുത്തെ അസ്മാഉൽ ഹുസ്നയും അതുപോലെ തന്നെ പരിശുദ്ധമായ നാമങ്ങളും പരിശുദ്ധമായ ആയത്തുകളും പരിശുദ്ധമായ ഹദീസുകളും പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് വിജ്ഞാനങ്ങളും അറിവുകളും ഇൽമുകളും ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധമായ എന്ന് തച്ചിലിരുന്ന് ട്രോളുവാണ് കക്ഷി കേട്ടോ. എല്ലാം സൂക്ഷിച്ച ഈ പഴയ സാധനം എടുത്തിട്ട് ഈ ആക്രി കച്ചവടക്കാരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് സ്വാഭാവികമായും അത് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെടികൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിലേക്കോ അത് എത്തിപ്പെടുകയും അവരുടെ വെടിമരുന്ന് ഇടാൻ വേണ്ടി അവര് സംവിധാനിക്കുന്ന ആ സംവിധാനം ഒരുപക്ഷെ ഈ ഖുർആനും ഈ ആയത്തുകളും ഈ ഹദീസുകളും ഈ പഴയ മദ്രസയിലെ ഈ പുസ്തകങ്ങളും ഈ കിതാബുകളൊക്കെയായി മാറുകയാണ്. ഇതിന്റെ വലിയൊരു ദുരന്തം നിങ്ങൾ നോക്കൂ. കാണുന്നത് അള്ളാഹു അവരെ വെറുതെ വിടുമോ? പഴകിയ സാധനങ്ങളെ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ കത്തിച്ച് കളഞ്ഞത് അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അവരെയൊക്കെ വെറുതെ വിടുവോ? പോട്ടെ, നബി കണ്ടിട്ട് പോലും ഇല്ലാത്ത ഈ പുസ്തകം പിന്നെ എന്തോ ചെയ്യണം? അവർക്ക് മനസ്സിലായി ഇതൊക്കെ കത്തിച്ച് കളയലാണ് നല്ലത്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഇതെല്ലാം ആക്രിക്കടയിൽ കൊണ്ടിടുന്നത്. വിഷമിക്കണ്ട, അവര് തന്നെ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ക്യാമ്പയിന് കേരളത്തിൽ തുടക്കം കുറിക്കും. കാത്തിരുന്ന് കാണാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് ആർക്കെങ്കിലും എടുത്തു കൊടുത്ത് അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണോ വേണ്ടത്? അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനോട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലെ ശിആറുകളോട്, അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്മുകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളോട്, ഉണ്മയാർന്ന ഒരുപാട് വിഷയങ്ങളോട് ചെയ്യുന്ന വലിയ അദബുകളാണ്. അതിന്റെ കുരുത്തക്കേട് ദുനിയാവിൽ പല രൂപത്തിലും അനുഭവിച്ചു എന്ന് വരും. അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല. തോന്നിയതുപോലെ ഓരോരുത്തർക്കും അത് കൊടുത്തേക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. ഇവിടെ ഖുർആനകത്തും ഈത്തപ്പഴത്തിനകത്തും ഒക്കെ സ്വർണം വെച്ച് കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ മന്ത്രിമാരും MLA മാരും ഒക്കെ. പർദ്ദയിട്ടിട്ട് എത്രയോ പെണ്ണുങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇവിടെ സ്വർണം വന്നിറങ്ങിയിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഒരു പടക്കം പൊതിഞ്ഞാല് ഇതെന്താണെന്ന് വെറും ഒരു പേപ്പർ, അത്രേ ഉള്ളൂ. ഇതാരെഴുതിയതാ? നബി എഴുതിയതാണ്? പടച്ചോൻ എഴുതിയതാണോ? തന്നെയുമല്ല, പരസ്പരം മനുഷ്യനെ വെറുക്കാനും കൊല്ലാനും കൊല്ലിക്കാനും പഠിപ്പിക്കുന്ന ഈ പുസ്തകം ഷോക്കേസിൽ ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ലാന്ന് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള മനുഷ്യര് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവരതൊക്കെ തൂക്കിപ്പറക്കിയിട്ട് കത്തിക്കാൻ തയ്യാറാകുന്നത്. കേരളത്തിൽ ഇനിയും കുറച്ചുകൂടി നിങ്ങൾ അധികം കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് കേരളത്തിലുള്ള അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾ ഇത് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നത് ഈ പുസ്തകമാണോ? എന്നാൽ ആ പുസ്തകം ഇനിയും ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാൻ നമ്മുടെ യുവത തയ്യാറായി വരും. അത് നമുക്ക് അത് സംസ്കരിക്കാനും അത് കൈകാര്യം ചെയ്യാനും പരിശുദ്ധമായ ദീനിന്റെ ഉലമാക്കൾ പ്രത്യേകമായ വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളിലൂടെ അത് നീങ്ങുക എന്നതല്ലാതെ
ഈ പഴയ സാധനങ്ങൾ ഈ ആക്രി കച്ചവടക്കാർക്ക് എടുത്തു കൊടുക്കുന്ന രൂപം, അത് ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓ എന്റെ ഉമ്മമാരെ, നിങ്ങൾ എല്ലാവരും ഗൗരവത്തോടുകൂടെ ചിന്തിച്ച് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മളെ മാത്രമല്ല, നമ്മൾ ഈ സന്ദേശം കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാനും ഈ വലിയ മഹാദുരന്തത്തിൽ നിന്ന് അവരെ ബോധവാൻ. ഈ പുസ്തകത്തെ കാട്ടി ദുരന്തം വേറെ എന്താണ് ഉസ്താദെ? ഈ പുസ്തകം നിയമമായി സ്വീകരിച്ച് ഭരണഘടനയായി അംഗീകരിച്ച് ഈ പുസ്തകത്തിന്റെ നിയമം പഠിക്കാനും പഠിപ്പിച്ചുമൊക്കെ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് സമാധാനം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ അവര് മനസ്സിലാക്കി ഈ പുസ്തകം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ാക്കുവാനും അവരെ ഈ പ്രവണതയിൽ നിന്ന് ഒഴിവാക്കുവാനും നമ്മൾ ഉപദേശിക്കുകയും വലിയ ഭവിഷ്യത്ത് വന്നു ചേരുന്ന ഈ വലിയ മോശമായ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെല്ലാവരും സ്വന്തം ശ്രദ്ധിക്കണമെന്നും എല്ലാവരോടുമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, പര്യവസാനം നന്നാക്കി തരട്ടെ എന്ന്. അതിന് പ്രവൃത്തി നന്നായിരിക്കണ്ടേ ഉസ്താദെ? കയ്യിലിരിപ്പ് നന്നായിരിക്കണ്ടേ ഉസ്താദെ അതിന്? അപ്പോ ആക്രിക്കടകളില് ഖുർആനിന്റെ കോപ്പികൾ കണ്ടെത്തിയതിൽ ഇവർ ആകെ ഭയചകിതരാണ് കേട്ടോ. ഇന്ന് കേരളത്തിലുള്ള ആളുകൾക്കും മനസ്സിലായി ഈ പുസ്തകം കൊണ്ട് ലോകത്തിന് ഒരു നന്മയും ഉണ്ടായിട്ടില്ല, ആർക്കും സമാധാനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ